നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തു വന്നു. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ ചില സഹപാഠികൾ മോശമായിട്ട് കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ അവൾക്കെതിരെ ലൈംഗിക ചുവയോടെയുള്ള ആംഗ്യങ്ങളും കാര്യങ്ങളും അക്രമങ്ങളും ഒക്കെ അഴിച്ചുവിട്ടു എന്നുള്ള വാർത്ത. വളരെ ഞെട്ടലോടെയാണ് നമ്മൾ അത് കേട്ടത്. കാരണം വെറും 13 വയസ്സ് മാത്രമുള്ള ഇരയും പ്രതികളും. ഈ 13 വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായം. അത്തരമൊരു പ്രായത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ കുട്ടികൾ, ഇന്നത്തെ തലമുറ എത്തുന്നത് എന്നുള്ളൊരു വലിയ ആശങ്ക നമുക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള മറ്റൊരവസ്ഥയിലേക്കാണ് ആ കേസിന്റെ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട 18 വയസ്സുകാരി അനുഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആ സംഭവം അത് വെറും കെട്ടുകഥയാണ്. തൻ്റെ ബ്രേക്കപ്പിന് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ ബ്രേക്കപ്പ് ചെയ്തു പോയ കാമുകനോടുള്ള ദേഷ്യം, പകവീട്ടൽ, അതിനുവേണ്ടിയാണ് വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ള കള്ളക്കഥ മെനഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പെൺകുട്ടികൾക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നീതിയും ന്യായവും നിയമവും ഒക്കെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇതിനെ നമ്മൾ ദൗർഭാഗ്യകരമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ചെറിയൊരു കുട്ടിയാണ് ഇത്തരത്തിൽ ചിന്തിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ആശങ്ക. എങ്ങനെയാണ് ഇവൾക്ക് ഇത്ര വലിയ ഒരു ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇത്തരത്തിൽ തൻ്റെ ഈ പറയുന്ന കാമുകനെ കുടുക്കിക്കഴിഞ്ഞാൽ അവനൊരിക്കലും രക്ഷപ്പെടാനാകില്ല എന്ന് ഈ കുട്ടി മനസ്സിലാക്കി മനഃപൂർവ്വം ഇത്തരത്തിലൊരു ചിന്തിച്ചത് എങ്ങനെയാണ്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം എന്നതാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചു എന്ന് 13കാരി നൽകിയിട്ടുള്ള പരാതി അത് വെറും അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. സഹപാഠിയുമായിട്ട് ബ്രേക്കപ്പ് ആയതിന്റെ ദേഷ്യം തീർക്കാനാണ് ഈ 13 വയസ്സുകാരി ഇത്തരത്തിലൊരു കെട്ടിച്ചമച്ച കഥ കൊണ്ടുവന്നതെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. സഹപാഠി ഉൾപ്പെടെ ഉപദ്രവിച്ചു എന്നായിരുന്നു ഒരു കൗൺസിലിംഗ് നടക്കുന്നതിനിടെ പെൺകുട്ടി തുറന്നു പറഞ്ഞത്. എന്നാൽ വൈദ്യ പരിശോധനയിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തിയപ്പോൾ ലൈംഗിക ചൂഷണം നടന്നിട്ടില്ല എന്നുള്ളത് ശാസ്ത്രീയപരമായിട്ട് തെളിഞ്ഞു. ഇതോടെ കസ്റ്റഡിയിലെടുത്ത 6 പേരെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പോലീസ് വെറുതെ വിട്ടയച്ചു. ഒന്നാലോചിക്കുക, ഒരു തെറ്റും ചെയ്യാത്തവരാണ് 6 ദിവസത്തോളം ഒരു പെൺകുട്ടിയുടെ ഒരു വാക്കിന്റെ പേരിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നതെന്ന്. എന്തായാലും സഹപാഠിയുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടി 2 ആഴ്ച മുമ്പ് ബ്രേക്കപ്പ് ആയിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരമൊരു വൈരാഗ്യത്തിൽ ഒരു നാടകം കളിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയുടെ വ്യാജ പരാതി ഉന്നയിച്ചത് അതിനായിരിക്കാം, അവരെ കൊടുക്കാനായിരിക്കാം എന്നുള്ള വിലയിരുത്തലേക്ക് പോലീസ് എത്തുകയാണ്. എന്തായാലും സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ 13 വയസ്സുകാരിയുടെ പരാതി അത് വെറും വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുമ്പോൾ സ്ത്രീകൾ എത്തരത്തിലാണ് അവർക്കുള്ള ആനുകൂല്യങ്ങൾ, അവർക്കുള്ള അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പീഡനം നടന്നിട്ടില്ല എന്നുള്ള വൈദ്യ പരിശോധനാ ഫലം പുറത്തു വന്നതോടെ ആ പ്രതികൾ എന്ന് ആരോപിച്ചിരുന്ന കുട്ടികൾ, പ്രതികൾ എന്ന് ആരോപിച്ചിരുന്നവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും പോലീസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ പരാതി വ്യാജമാണ് എന്നുള്ള വ്യക്തതയിലേക്ക് എത്തിക്കഴിഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയിലും സാഹചര്യങ്ങളിലും പൊരുത്തക്കേടുകൾ കണ്ടതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത 6 പേരെ പോലീസ് താൽക്കാലികമായി വിട്ടയച്ചിരിക്കുന്നു എന്നാണ് വിവരം. വൈദ്യ പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം പോലീസ് നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പെൺകുട്ടി മൊഴി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾ തമ്മിലുണ്ടായ തർക്കമാണോ ഇത്തരം ഒരു പരാതിക്ക് കാരണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യ സംശയം. പിന്നീടാണ് കാമുകനുമായി ബ്രേക്കപ്പ് ആയതിനെ തുടർന്നാണ് പെൺകുട്ടി ഇത്തരത്തിൽ വ്യാജ പരാതി ഉന്നയിക്കാൻ കാരണമായതെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന കൂട്ടത്തിലുള്ള ഒരാൾ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നാണ് സൂചന. സ്കൂളിൽ വെച്ച് നടന്ന കൗൺസിലിംഗിടെയാണ് ഇങ്ങനെ കുട്ടി പീഡന വിവരം ആദ്യം പറയുന്നത്. 10ലധികം പേർ തന്നെ പീഡിപ്പിച്ചുവെന്നും ഇതിൽ 6 പേർ സഹപാഠികളായിരുന്നു എന്നുമായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. ഇതേ തുടർന്ന് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 6 പേരെ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൂടൽ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് 2 FIR രജിസ്റ്റർ ചെയ്ത കേസാണിത്. സ്കൂളിന് സമീപത്ത് വെച്ചും കുറ്റാരോപിതർ ഒരാളായ പെൺകുട്ടിയുടെ വീട്ടിൽ വച്ച് ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. എന്നാൽ കൃത്യം നടന്നെന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത്
കസ്റ്റഡിയിലെടുത്തവർ ഒരുമിച്ചുണ്ടായിരുന്നില്ല എന്ന് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സ്വമേധയാ കേസെടുക്കുകയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം കമ്മീഷന്റെ നടപടി. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊരു നാടകം തന്നെയായിരുന്നു എന്നുള്ള വാർത്ത. എന്തായാലും ഇത്തരമൊരു സംഭവം പുറത്തു വരുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി ആളുകൾ പ്രതികരിച്ചു രംഗത്തേക്ക് വരുന്നു. അത്തരത്തിലൊരാളാണ് അഞ്ജു പാർവതി പ്രബീഷ്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ എന്ത് വിഷയമുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ട് തന്റെ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രബീഷ് പലപ്പോഴും സംസാരിക്കുന്ന വിഷയമാണ്. എന്തായാലും സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രബീഷ് ഈ വിഷയത്തിൽ അതിഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് അത് വളരെ പ്രാധാന്യമുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതുകൂടെ വായിക്കാം. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: ഇത്രയും ഭീകരമായ നട്ടാൽ കുരുക്കാത്ത നുണ പടച്ചുവിടുന്ന ഈ ജെൻസി പിള്ളേരുടെ മറ്റേ വൈബുണ്ടല്ലോ, അത് എത്ര മേൽ അപകവും അപകടകരവുമാണെന്ന് നോക്കൂ. സത്യത്തിൽ ആ 13 വയസ്സുള്ള കുട്ടിയെ ഭയക്കണം, അതിന്റെ വീട്ടിലുള്ള ആണുങ്ങൾ പോലും. അത്രയ്ക്ക് ഉളുപ്പില്ലാത്തൊരു നുണയാണ് അത് പടച്ചുവിട്ടത്. നാളെ വീട്ടിൽ ഉള്ളവരോ ബന്ധുക്കളോ ഒന്ന് ഗുണദോഷിച്ചാൽ ആ സമയത്ത് എവിടെ നിന്ന് വീശുമല്ലോ അവിടുത്തെ പീഡനകഥ. ഒരു ബ്രേക്കപ്പ് വന്നപ്പോൾ അതിന്റെ പകയിൽ വാശിയിൽ കൂട്ടത്തിൽ ഉള്ളവർക്ക് ഇട്ട് പണിയാൻ തെരഞ്ഞെടുത്ത കഥ. അതിന്റെ ഭവിഷ്യത്ത് ഒരുപക്ഷെ ആ കുട്ടിക്ക് അറിയില്ലായിരിക്കും. പക്ഷേ അവളുടെ ഒരു നുണക്കടകൊണ്ട് ട്രോമ നേരിട്ട കുറച്ച് കുട്ടികൾ ഈ കഥയിലുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക. ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സമയത്തേക്കാണെങ്കിൽ കൂടിയും കടന്നുപോയ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരുടെ അച്ഛനമ്മമാർ അനുഭവിച്ച ടെൻഷനും നോവും. അവൾക്ക് അതൊരു നിസ്സാരമായ കള്ളക്കഥ മെനയൽ ആയിരുന്നുവെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു അത് നേരിട്ടവർക്ക്. ഇനി എത്ര നാളെടുക്കും ആ കുട്ടികൾ അതിൽ നിന്ന് മോചിതരാകാൻ? ആ കുട്ടികളിൽ ആർക്കെങ്കിലും മാനസിക നില കൈവിട്ട് കടുങ്കൈ ചെയ്തിരുന്നുവെങ്കിൽ നഷ്ടം ആ വീട്ടുകാർക്കായിരിക്കില്ലേ? ഇവിടെ ഇപ്പോൾ ആർക്ക് ആരുടെയും പകയോ ദേഷ്യമോ തോന്നിയാൽ എടുത്തു വീശാനുള്ള ഒരു ആയുധമാവുന്നുണ്ടോ പീഡനക്കാട്? അതൊരു മൈനറിനെ മുൻനിർത്തി ആണ് എങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നിസാര തർക്കങ്ങൾക്ക് വരെ അതിപ്പോൾ വീട്ടിലെ പ്രശ്നം തുടങ്ങി അയൽ വീട്ടിലെ മതിൽ തർക്കം വരെ ആയാൽ ഉടനെ ഇറക്കുന്ന ഒരു പീഡനക്കാട്. ഇതിപ്പോൾ ഈ പെൺകുട്ടികൾ പടച്ചുവിട്ട കഥയിലെ കുഞ്ഞുങ്ങളും മൈനർ ആയതുകൊണ്ട് അവരുടെ ചിത്രവും വിവരങ്ങളും മാധ്യമങ്ങളിലോ ചാനലുകളിലോ വന്നില്ല. മറിച്ച് ആരോപണം നേരിട്ടവർ പ്രായപൂർത്തിയായവരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? കഴിഞ്ഞ ദിവസം മുഴുവൻ മാധ്യമങ്ങളിലും ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നതാണ് ഈ വാർത്ത. ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയ പാടെ അതിലെ റീച്ച് സാധ്യത മനസ്സിലാക്കി വമ്പൻ ഹൈപ്പ് കൊടുത്ത കേരളത്തിലെ എല്ലാ ചാനലുകളും കിട്ടിയ വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് തിരയാനുള്ള സാവകാശം ഒന്നും കാണിച്ചില്ല മാപ്രകൾ. കഞ്ഞികുടി മുഖ്യമാണല്ലോ. പിന്നെ ഓൺലൈൻ മഞ്ഞപത്രങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. 6ാം ക്ലാസ് മുതൽ പ്രേമിച്ച് പിന്നീട് പ്രായപൂർത്തിയാവും മുമ്പ് കണ്ണാപ്പിക്ക് ഒപ്പം ഒളിച്ചോടി ശേഷം അതിന്റെ പേരിൽ ജയിലിൽ പോയ കണ്ണാപ്പി മടങ്ങി വന്നപ്പോൾ വീണ്ടും ചാടിപ്പോയ കാന്താരിയെയും ഓന്റെ കണ്ണാപ്പിയെയും ഇന്റർവ്യൂ ചെയ്ത് വൈറലാക്കിയ മഞ്ഞപത്രങ്ങൾക്ക് ഈ വാർത്ത ഒരു ലോട്ടറി ആയിരിക്കും. മിക്കവാറും ഈ കള്ളക്കഥ മെനഞ്ഞ കാന്താരി ആയിരിക്കും ഇനി ഇൻസ്റ്റാ ലോകം ഭരിക്കാൻ പോണ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഞ്ജു പാർവതി പ്രബീഷ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ പ്രണയപ്പക എന്ന് പറയുന്നതും അതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങളും വളരെയധികം സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. പ്രണയപ്പക എന്ന് പറയുമ്പോൾ ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിപ്പോൾ ഒരു കഥ മെനഞ്ഞു എന്ന് മാത്രമല്ലേ, പക്ഷേ യഥാർത്ഥത്തിൽ പ്രണയപ്പകയുടെ ഭാഗമായിട്ട് ഒരു ജീവനെടുത്ത ഒരു വാർത്തയാണ് 5 ദിവസങ്ങൾക്ക് മുൻപ് വന്നത്. അതായത് ബാംഗ്ലൂരുവിലാണ് അത്തരത്തിലൊരു സംഭവം. ബാംഗ്ലൂരുവിൽ മഹാലക്ഷ്മി ലേഔട്ടിൽ അതിഗുരുതരമായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുന്നു. അഞ്ജലി എന്ന് പറയുന്ന 23 വയസ്സുകാരി കൊല്ലപ്പെടുന്നു. പ്രതി രാജീവിനെ പോലീസ് പിടികൂടുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് സംഭവം പ്രണയപ്പകയാണെന്ന്. രാത്രി 9:30 നഗരത്തെ നടുക്കിയ കൊലപാതകം നടക്കുന്നു. യുവതിയെ അത്തായം കഴിക്കാൻ ക്ഷണിച്ചത് ശേഷം പ്രതി ക്രൂരമായിട്ട് കുത്തിക്കൊലപ്പെടുത്തി. നാട്ടുകാർ നോക്കി നിൽക്കെ രാജീവ് അഞ്ജലിയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയായിരുന്നു. കുത്തേറ്റ് വീണ അഞ്ജലിയെ നാട്ടുകാർ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ മഹാലക്ഷ്മി ലേഔട്ട് പോലീസ് പ്രതിയെ സമീപത്ത് നിന്ന് തന്നെ പിടികൂടി. പ്രതി കുറ്റം സമ്മതിച്ചു. അഞ്ജലിയും രാജീവും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. 4 വർഷമായി ഇരുവരും പ്രണയത്തിൽ. എന്നാൽ
വിവാഹത്തിന് യുവതിയുടെ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചു. രാജീവിന്റെ ക്രിമിനൽ പശ്ചാത്തലമാണ് വീട്ടുകാരുടെ എതിർപ്പിന് കാരണമെന്നായിരുന്നു വിവരം. ഇത് വകവയ്ക്കാതെ ഇരുവരും ബന്ധം തുടർന്നെങ്കിലും അടുത്തിടെ അഞ്ജലി ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇതേ തുടർന്ന് അഞ്ജലിയെ അത്താഴത്തിനായി ക്ഷണിച്ച രാജീവ് ഹോട്ടലിൽ വെച്ച് അതിദാരുണമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അഞ്ജലി അതിനെ നിരസിച്ചതിന്റെ ദേഷ്യത്തിലാണ് രാജീവ് ഇത്തരത്തിൽ അതിഗുരുതരമായിട്ട് അവളെ ഭക്ഷണത്തിന് മുൻപിൽ നിന്ന് കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. എന്തായാലും ഇത്തരത്തിൽ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ ഭയക്കേണ്ടുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.